കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. അവിടെ എളമരം കരീം സംസാരിച്ചിരുന്നു MS അനീഷ് കുമാറിനോട്. ദേശീയ പൌരത്വ വിഷയത്തിൽ കോൺഗ്രസിന് ആത്മാർത്ഥതയില്ല എന്നാണ് എളമരം കരീം പറഞ്ഞു വെക്കുന്നത്. വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാർ മാർച്ച് നടത്തേണ്ടത് AICC ആസ്ഥാനത്തേക്കാണ്. കേരളത്തിലേക്ക് വന്ന കേന്ദ്ര ഏജൻസികൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതിയെന്നും എളമരം കരീം ന്യൂസ് 18 പറഞ്ഞു. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീമാണ് നമ്മോടൊപ്പം ഉള്ളത്. നമ്മൾ കുറേ ദിവസമായി കാണുന്നു. ഇപ്പോൾ നോമ്പിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. വലിയ ചൂടുമാണ് പുറത്ത്. എങ്ങനെയുണ്ട് പ്രചരണ പരിപാടികൾ? ഇപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട്? നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയത്തിനെതിരായിട്ടൊരു സമരം. വെയിലിനോടല്ല. രാഷ്ട്രീയ സാഹചര്യം LDFന് അനുകൂലമാണ്. ജനങ്ങൾക്ക് വിശ്വാസമർപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. LDFന് നല്ല വിജയമുണ്ടാകും. ഈ ദേശീയ പൌരത്വ നിയമം അത് വലിയ ചർച്ചാ വിഷയമായി വീണ്ടും ഉയരുകയാണ്. ഇന്നലെ സെമിനാർ റാലി കോഴിക്കോട് കഴിഞ്ഞു. ഇന്ന് കാസർഗോഡ് നടക്കാൻ പോകുന്നു. കോൺഗ്രസിനെതിരെയാണ് ഏറ്റവും അധികം ആഞ്ഞടിച്ചത് മുഖ്യമന്ത്രി. ഇതിലൊരു ആത്മാർത്ഥത കോൺഗ്രസിന് ഇല്ല എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷ അടിത്തറ തകർക്കുന്ന ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തം അവർ നിർവഹിക്കണം. അത് ചെയ്തില്ല. അത് ചെയ്യുമെന്ന് കരുതുന്നില്ല. അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഈ പ്രക്ഷോഭത്തിന് അവർ നിരന്തരമുണ്ട് എന്നാണ്. നൈറ്റ് മാർച്ച് അടക്കമുള്ള വിവിധ പരിപാടികൾ. മുസ്ലിം ലീഗ് ആവട്ടെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ UDFന്റെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടാവുന്നുണ്ടോ? ഇത് ദുരുദ്ദേശപരമാണ് ഈ സമയത്തുള്ള CPM ആരോപണം എന്നാണ് UDF പറയുന്നത്. അവർ നൈറ്റ് മാർച്ച് നടത്തേണ്ടത് AICC ഓഫീസിലേക്കാണ്. കോൺഗ്രസിന്റെ പ്രസിഡന്റോ രാഹുൽ ഗാന്ധിയോ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല എന്ന് അവിടെ പോയി ചോദിക്കട്ടെ. ഇവിടെ ഇപ്പം നൈറ്റ് മാർച്ച് നടത്തേണ്ട ഒരു കാര്യമില്ല. അത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. CPIMന്റെ പോളിറ്റ് ബ്യൂറോ ആണ് ഈ നയത്തിനെതിരെ നിലപാടെടുത്തത്. ദേശവ്യാപകമായി പ്രക്ഷോഭം നടത്താൻ ആഹ്വാനം ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു ഹൈക്കമാൻഡ് അവർ അടിയന്തരമായി അവരുടെ ജാഥ ഡൽഹി AICC ആസ്ഥാനത്തേക്ക് നടത്തണം. MK രാഘവൻ അടക്കം ഈ വിഷയത്തിലൊന്നും ചെയ്യില്ല എന്നാണ് താങ്കൾ നേരത്തെ പറഞ്ഞത്. ആരിഫാണ് ഈ സംബന്ധിച്ച ലോക്സഭയിലൊരു ശബ്ദമായി വന്നത്. പക്ഷെ ഇത് പാടെ നിഷേധിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അവർ നിഷേധിക്കല്ലാതെ അവർ എന്ത് ചെയ്യാനാണ്? ജനങ്ങളോട് തെറ്റ് ഏറ്റു പറയാൻ അവർക്ക് മനസാക്ഷിയില്ല. അതുകൊണ്ട് ജനങ്ങളെ സാധാരണ പോലെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിനൊക്കെ രേഖകളുള്ളതാണ്. പാർലമെന്റിൽ ഒരാൾ തുമ്മിയാൽ അതുപോലും രേഖയുണ്ടാവും. എല്ലാം വീഡിയോഗ്രാഫി. അദ്ദേഹം അതിന്റെ വീഡിയോ തെളിയിക്കട്ടെ. ഈ പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥതയില്ലാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന വിമർശനം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. എളമരം കരീമാണ് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി MS അനീഷ് കുമാറിനോട് സംസാരിച്ചത്. നമുക്കറിയാം, നമ്മളിവിടെ ഉള്ളത് ഈ സേക്രഡ് ഹാർട്ട് പള്ളിയിലാണ്. അദ്ദേഹം സുരേഷ് ഗോപി ഇപ്പോൾ അകത്ത് ഈ മാസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ